ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. യോഹന്നാൻ 21:15. ഒരിക്കൽ സ്വർഗീയ പ്രകാശം ലഭിച്ച ശേഷം അതിനു വിപരീതമായി ജീവിച്ചുപോയി എന്ന മനഭാരത്തിൽ നാം അകപ്പെട്ടു പോകാറുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന വിധത്തിൽ ജീവിച്ച ശേഷം ആ പാതകൾ വിട്ട് പ്രവർത്തിച്ചു പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. ചിലരുമായുള്ള സ്നേഹബന്ധം തകർന്ന് ക്ഷോഭിക്കാനും വികാര ആവേശത്തിൽ പെട്ടുപോകുവാനും ഇടയായി. നമ്മുടെ ചില പ്രവർത്തനങ്ങളെപ്പറ്റി അഭിമാനം തോന്നുന്നില്ലായിരിക്കാം. ഈ വിധ അനുഭവത്തിൽ നിന്ന് പുനരധിവസിക്കപ്പെടുകയില്ലേ എന്ന് സംശയിച്ച് നാം നിരാശപ്പെടേണ്ട. ഏതു കുഴിയിൽ നിന്നും നമ്മെ കരകയറ്റുവാൻ കർത്താവായ യേശുവിന് മനസ്സും കഴിവും ഉണ്ട്. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് നിരാശനായി പഴയ തൊഴിലായ മീൻപിടുത്തത്തിന് മടങ്ങിപ്പോയി. ദൈവരാജ്യത്തിലേക്ക് ആടുകളെ ക്ഷണിക്കുന്ന ജോലിക്ക് താൻ അർഹനല്ലെന്ന് പത്രോസ് സ്വയം നിശ്ചയിച്ചു. യേശു പത്രോസിനെ അന്വേഷിച്ച് കടൽക്കരയിൽ എത്തി. പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. വിശ്വാസികളായ കുഞ്ഞാടുകളെ പാലിക്കുന്ന ചുമതലയിൽ അവരോധിച്ചു. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെപ്പറ്റി ചിന്തിച്ച് നാം നിരാശരാകരുത്. ദൈവകരങ്ങളിൽ പുതുക്കി നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സ്വീകരിക്കും. ബലഹീനതകളിൽ വീണ് പിന്മാറിയ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി കുഞ്ഞാടുകളെ മേയ്ക്കാൻ ചുമതലപ്പെടുത്തിയ കർത്താവ് നമ്മുടെ തെറ്റുകളെ ക്ഷമിച്ച് യഥാസ്ഥാനപ്പെടുത്തും. ദൈവസ്നേഹം കടന്നു ചെല്ലാത്ത അഗാധ കുഴിയൊന്നുമില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധ അമ്മ IMS അമ്മ നമുക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.